ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേൺ ടിപ്സ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെമിസ്ട്രിയിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് +2 പോർഷനിലെ ഫസ്റ്റ് ചാപ്റ്ററായ സോളിഡ് സ്റ്റേറ്റ് ആയിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഇംപെർഫെക്ഷൻസ് അല്ലെങ്കിൽ ഡിഫെക്റ്റ് ഇൻ സോളിഡ് ആയിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, സോളിഡ്സിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എന്താണെന്ന്. Solids exhibit an amazing range of electrical conductivity extending over 27 orders of magnitude, ranging from 10 raised to -20 to 10 raised to 7 ohm raised to -1 meter raised to -1. ഫിസിക്സിൽ പഠിക്കുന്നതാണ് എന്താ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പഠിക്കുന്നുണ്ട്, കണ്ടക്റ്റൻസ് എന്താണ്, കണ്ടക്ടിവിറ്റി എന്താണ്, ഇവരുടെ യൂണിറ്റ് എന്താണെന്നൊക്കെ. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാനുള്ള കഴിവിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റാണ് ഓം റേസ് ടു -1 മീറ്റർ റേസ് ടു -1. അപ്പം സോളിഡ്സിന് എന്തിനുള്ള കഴിവുണ്ട്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ റേഞ്ച്, അതായത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യാനുള്ള റേഞ്ച് എത്രയാണ്? ഏകദേശം 27 ഓർഡർ ഉണ്ട്. റേഞ്ചിങ് ഫ്രം എവിടെ തൊട്ട് തുടങ്ങും? 10 raised to -20 തൊട്ട് 10 raised to 7. അത്രയും വലിയ എമൗണ്ടിൽ തന്നെ അവരിൽ കൂടെ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യാൻ, അതായത് കുറവിൽ നിന്ന് അത്രയും വരെ ഇവർക്ക് പാസ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോളിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 types ഓൺ ദ ബേസിസ് ഓഫ് ദർ കണ്ടക്ടിവിറ്റി. സോളിഡ്സിന് വളരെ കുറവ് എമൗണ്ട് ആണ്. 10 raised to -20 എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ഒട്ടും കണ്ടക്ടിവിറ്റി ഇല്ല എന്ന് ആണ് അതിൻ്റെ അർത്ഥം. അതായത് -20 മാത്രമേ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള വസ്തുക്കൾ തൊട്ട് നല്ല കണ്ടക്ടിവിറ്റി ഉള്ള വസ്തു വരെ സോളിഡ്സിനകത്ത് ഉണ്ട്. സോളിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 types ഓൺ ദി ബേസിസ് ഓഫ് ദർ കണ്ടക്ടിവിറ്റി. സോളിഡ്സിനെ ഈ കണ്ടക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. എന്തൊക്കെയാ? കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്. പേരിനകത്തുനിന്ന് തന്നെ ഉണ്ട്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നന്നായി കണ്ടക്ട് ചെയ്യുന്നവർ. ഇൻസുലേറ്റേഴ്സോ? ഒട്ടും കറണ്ടിനെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാത്തവർ. മൂന്നാമത് സെമി കണ്ടക്ടേഴ്സ്. അവരെന്ത് ചെയ്യും? കണ്ടക്ടേഴ്സിൻ്റെ അത്രയും അവരുടെ ഉള്ളിൽ കൂടെ കടത്തിവിടത്തില്ല ഇലക്ട്രിസിറ്റിയെ, പക്ഷേ ഇൻസുലേറ്റേഴ്സിനേക്കാളും കുറച്ചും കൂടെ കടത്തിവിടും. അപ്പം അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളവരാണ് സെമി കണ്ടക്ടേഴ്സ്. അപ്പം നമ്മൾക്ക് ഓരോന്ന് നോക്കാം. കണ്ടക്ടേഴ്സ്. ദ സോളിഡ്സ് വിത്ത് കണ്ടക്ടിവിറ്റീസ് റേഞ്ചിങ് ബിറ്റ്വീൻ 10 raised to 4 to 10 raised to 7 ohm raised to -1 meter raised to -1. ഈ സോളിഡുകളുടെ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താ? ഇവരുടെ ഉള്ളിൽ കൂടെ നല്ല രീതിയിൽ കറണ്ടിനെ കടത്തിവിടാൻ പറ്റും. ഏകദേശം ആ ഒരു കണ്ടക്ടിവിറ്റിയുടെ റേഞ്ച് നിങ്ങൾ ഓർത്തിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 10 raised to 4 തൊട്ട് 10 raised to 7 ഏറ്റവും ഹൈ കണ്ടക്ടിവിറ്റിയാണ് കണ്ടക്ടേഴ്സിന് ഉള്ളത്. ആൻഡ് മെറ്റൽസ് ഹാവ് കണ്ടക്ടിവിറ്റീസ് ഇൻ ദ ഓർഡർ ഓഫ് 10 raised to 7. നമുക്കറിയാം മെറ്റൽസ് ഏറ്റവും നല്ല കണ്ടക്ടേഴ്സാണ്. എല്ലാ മെറ്റലുകളും നമ്മൾ പറയും, ഗോൾഡ് ആയിക്കോട്ടെ സിൽവർ ആയിക്കോട്ടെ എല്ലാം നന്നായി കണ്ടക്ട് ചെയ്യുന്നവരാണ്. ഗോൾഡൊക്കെ ഇട്ടിട്ട് ലൈറ്റ്നിങ്ങിൻ്റെ സമയത്ത് നമ്മൾ വെളിയിൽ ഇറങ്ങില്ലെന്ന് പറയും. കാരണം എന്താ? ഏറ്റവും നല്ല കണ്ടക്ടിവിറ്റി ഉള്ളവരാണ് മെറ്റലുകൾ. അപ്പം മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ്. മെറ്റലുകൾ കണ്ടക്ടേഴ്സാണ്. അതുപോലെ അവരുടെ റേഞ്ച് എന്താ? ഏറ്റവും ഹൈ റേഞ്ചിലുള്ളവരാണ് മെറ്റൽസ്. എത്രയാണ്? 10 raised to 7. 10 raised to 4 തൊട്ട് 10 raised to 7 വരെയാണ് കണ്ടക്ടിവിറ്റി കണ്ടക്ടേഴ്സിനുള്ളത്. അതിൽ തന്നെ ഏറ്റവും നല്ല കണ്ടക്ടേഴ്സാണ് മെറ്റലുകളാണ്. അവരുടെ എത്ര കണ്ടക്ടിവിറ്റി? 10 raised to 7 ohm raised to -1 meter raised to -1. ആൻഡ് നെക്സ്റ്റ് ഗ്രൂപ്പാണ് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പം these are the solids with very low conductivities ranging between 10 raised to -20 to 10 raised to -10 ohm raised to -1 meter raised to -1. ഇൻസുലേറ്റേഴ്സിനാണെങ്കിലോ ഭയങ്കര കുറവായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. വളരെ സ്മോൾ എമൗണ്ട് ആയിരിക്കും. കണ്ടോ? ഏകദേശം 10 raised to -20യും -10നും ഇടയിൽ മാത്രമേ അവർ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ഭയങ്കര ലോ കണ്ടക്ടിവിറ്റിയാണ് ഇൻസുലേറ്റേഴ്സിന്. ഇൻസുലേഷൻ എന്ന് പറയുന്നത് തന്നെ, നിങ്ങൾ ഈ നമ്മുടെ ഇൻസുലേഷൻ വയർ കണ്ടിട്ടില്ലേ? അതിലെന്താ? അവരൊട്ടും കറണ്ടിനെ കണ്ടക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഉള്ളിൽ മെറ്റൽ വയർ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ സാധാ വയറുകൾ നോക്കിയാൽ അറിയാം, മെറ്റൽ വയർ ഉള്ളിലുണ്ട്, പുറത്ത് ഇൻസുലേഷൻ വയറാണ്. അതിൻ്റെ കാരണം എന്താ? ഒട്ടും കറണ്ടിനെ കണ്ടക്ട് ചെയ്യത്തില്ല അവർ. അതുകൊണ്ടാണ് അതിട്ട് അവർ മെറ്റലിന് ചുറ്റും ചുറ്റിയിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ വസ്തുക്കളാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഉള്ളിൽ കൂടെ ഒട്ടും എന്തിനെ കടത്തിവിടത്തില്ല? കറണ്ടിനെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടത്തില്ല.
മൂന്നാമതൊരു ഗ്രൂപ്പാണ് സെമി കണ്ടക്ടേഴ്സ്. പേരിൽ തന്നെയുണ്ട്, കണ്ടക്ടേഴ്സിൻ്റെ പോലെ കുറച്ച് കണ്ടക്ടിവിറ്റി ഉണ്ട്, എന്നാൽ ഇൻസുലേറ്റേഴ്സിനെ പോലെ ഒട്ടും കണ്ടക്ട് ചെയ്യാതിരിക്കത്തില്ല, കണ്ടക്ടേഴ്സിനെ പോലെ നന്നായി കണ്ടക്റ്റും ചെയ്യത്തില്ല. ഇതിൻ്റെ ഇടയിൽ ദീസ് ആർ ദ സോൾഡ് വിത്ത് കണ്ടക്ടിവിറ്റീസ് ഇൻ ദിസ് ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ഫ്രം 10⁻6 to 10⁴ ohm⁻⁻1 meter⁻⁻1 -6 തൊട്ട് ഏകദേശം 10⁴ വരെ. അതായത് കണ്ടക്ടേഴ്സിൻ്റെ അത്രയില്ല, എന്നാൽ ഇൻസുലേറ്റേഴ്സിനെ പോലെയും അല്ല, ഇടയ്ക്കും കണ്ടക്ടിവിറ്റി ഉള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് എങ്ങനെയാണ് കണ്ടക്ടിവിറ്റി കണ്ടക്ടേഴ്സിൽ നടക്കുന്നത് അതുപോലെ സെമി കണ്ടക്ടേഴ്സിലും നടക്കുന്നത് എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. ഇൻസുലേറ്റേഴ്സിൽ കണ്ടക്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി പഠിക്കുന്നില്ല. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ, കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ മെറ്റൽ എന്താ, ഒരു കണ്ടക്ടറാണ്. അതായത് കണ്ടക്ടേഴ്സിൽ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന്. എ കണ്ടക്ടർ മേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ത്രൂ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഓർ അയോൺസ്. ഒരു കണ്ടക്ടർ അതിൻ്റെ ഉള്ളിൽ കൂടി ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത് ഏത് രീതിയിലാണ്? ഒന്നിൽ അവരുടെ ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ അയോണുകളെ മൂവ് ചെയ്യിപ്പിക്കും. കണ്ടക്ടേഴ്സിൽ തന്നെ പെടുന്നതാണ് മെറ്റലുകളും ഇലക്ട്രോലൈറ്റൊക്കെ. മെറ്റൽസ് ആണെങ്കിൽ അവരുടെ ഉള്ളിൽ എന്താ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അവരുടെ ഇലക്ട്രോണിനെ മൂവ് ചെയ്തിട്ടാണ്. ഇനി ഇലക്ട്രോലൈറ്റ്, അതായത് NaCl പോലെ അല്ലെങ്കിൽ അയോണിക് സോൾഡുകളിലാണെങ്കിൽ നമുക്കറിയാം കാറ്റയോൺസും ആനിയോൺസും മൂവ് ചെയ്യണം അവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മൂവ്മെൻറ്റ് കൊണ്ടാണ് അതിനുള്ളിൽ കണ്ടക്ടിവിറ്റി നടക്കുന്നതെന്ന് നമുക്ക് പറയാം. അതാണ് ഇനി നെക്സ്റ്റ് ലൈനിൽ പറയുന്നത്. മെറ്റാലിക് കണ്ടക്ടേഴ്സ് ബിലോങ് ടു ദ ഫോമർ കാറ്റഗറി. അതായത് മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അവരുടെ ഉള്ളിൽ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? അവരുടെ ഉള്ളിലെ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് വഴിയാണ്. ഇനിയും ഇലക്ട്രോലൈറ്റിലാണെങ്കിലോ NaCl എക്സാമ്പിൾ പറഞ്ഞല്ലോ, അതുപോലുള്ള ഇലക്ട്രോലൈറ്റ്സ് ആണെങ്കിൽ അയോണുകളുടെ മൂവ്മെൻറ്റ് വഴിയാണ് അവരിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയാം. നമ്മൾ പർട്ടിക്കുലറായിട്ട് ഇവിടെ പഠിക്കുന്നത് ആരുടെ കാര്യമാണ്? മെറ്റലിനുള്ളിൽ എങ്ങനെയാണ്. അപ്പം ആരായിരിക്കും മൂവ് ചെയ്യുന്നവർ? ഇലക്ട്രോൺസ് ആയിരിക്കും. മെറ്റൽ ആയതുകൊണ്ട് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് വഴിയാണ് കണ്ടക്ടിവിറ്റി നടക്കുന്നത്. ഇനി അതെങ്ങനെയാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ കണ്ടക്ടിവിറ്റി നടക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. മെറ്റൽസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ സോളിഡ് ആസ് വെൽ ആസ് മോൾട്ടൺ സ്റ്റേറ്റ്. മെറ്റാലിക് സോളിഡിൽ നമ്മൾ പഠിച്ചതാണ് മെറ്റൽസ് ഏത് സ്റ്റേറ്റ് ആയിക്കോട്ടെ, സോളിഡ് സ്റ്റേറ്റ് ആയിക്കോട്ടെ, ലിക്വിഡ് സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഏത് സ്റ്റേറ്റിലാണെങ്കിലും ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. ദ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽ ഡിപ്പെൻഡ് അപ്പോൺ ദി നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ അവൈലബിൾ പെർ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയുണ്ടെന്ന്, അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എത്രയുണ്ടോ അത്രയത്തിൻ്റെ ബേസിസിലാണ് എത്ര ഉണ്ടോ അതിൻ്റെ നമ്പറിൻ്റെ ബേസിസിലാണ് എന്ത് പറയുന്നത്? കണ്ടക്ടിവിറ്റി പറയുന്നത്. അതായത് വാലൻസ് ഇലക്ട്രോണിൻ്റെ പ്രത്യേകത എന്താ? വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ആ ആറ്റത്തിനകത്ത് ഏറ്റവും ലൂസായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്നതാണ്. അതായത് ആ ആറ്റത്തിനോട് ഏറ്റവും കൂടുതൽ എപ്പോൾ വേണമെങ്കിലും പോവാമെന്നുള്ള രീതിയിലിരിക്കുന്നവരാണ് വാലൻസ് ഇലക്ട്രോൺ. അല്ലെങ്കിൽ ലൂസ്ലി ബൗണ്ടാണ്, ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനോട് ലൂസ്ലി ബൗണ്ടായിട്ടുള്ളതാണ് വാലൻസ് ഇലക്ട്രോൺ. അപ്പം അതെത്രയുണ്ടോ അതിൻ്റെ ബേസിസിലാണ് കണ്ടക്ഷനും വരുന്നത്. അത് കൂടുതലാണെങ്കിൽ കണ്ടക്ഷൻ കൂടും, കാരണം മൂവ്മെൻറ്റ് നടക്കണം, ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് നടന്നാലേ കണ്ടക്ടിവിറ്റി കൊടുത്തുള്ളൂ. അപ്പം എത്ര ലൂസ്ലി ആയിട്ടുള്ള ആൾക്കാർ വാലൻസ് ഇലക്ട്രോണിൻ്റെ ബേസിസിലാണ് നമുക്ക് അതിനെ കണ്ടക്ടിവിറ്റി പറയാൻ പറ്റുന്നത്. The atomic orbitals of metal atom form molecular orbitals which are so close in energy to each other so as to form a band. ഇനി എന്താ ബാൻഡ്? ബാൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അറ്റമിക് ഓർബിറ്റൽ. നമുക്കറിയാം ഒരു ആറ്റത്തിനകത്ത് അല്ലെങ്കിൽ ഒരു മെറ്റലിനകത്ത് അറ്റമിക് ഓർബിറ്റൽസ് എല്ലാം കൂടി ചേർന്ന് മോളിക്കുലർ ഓർബിറ്റൽസ് ആവും. ഈ സെയിം എനർജിയുള്ള പല മോളിക്യൂൾസിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽസ് കൂടി ചേർന്നിട്ടാണ് ബാൻഡ് ഉണ്ടാകുന്നത്. വേണമെങ്കിൽ ബാൻഡിനെ നമുക്ക് എങ്ങനെ പറയാം? എന്താ, ദ എനർജി പൊസസ്ഡ് ബൈ വാലൻസ് ഇലക്ട്രോൺ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ് ബൈ വാലൻസ് ഇലക്ട്രോൺ പൊസസ് ചെയ്യുന്ന എനർജിയാണ് ശരിക്കും വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പം ബാൻഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ബാൻഡുകളുണ്ട് നമ്മൾ പഠിക്കുന്നത്, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. If this band is partially filled or it overlaps with a higher energy unoccupied conduction band, then electrons can flow easily under an applied electric field and the metal shows conductivity. അപ്പം
വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് എന്താ പാർഷ്യലി ഫിൽഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ വാലൻസ് ബാൻഡ് എപ്പോഴും പാർഷ്യലി ഫിൽഡ് ആയിരിക്കും ഇതിൽ കണ്ടക്ടേഴ്സിൽ. അങ്ങനെയാണെങ്കിൽ ഹയർ ആയിട്ടൊരു അൺഒക്യുപ്പൈഡ് കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. നമുക്കറിയാം വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എനർജിയുടെ റേഞ്ചാണ്, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഇലക്ട്രോണുകളുടെ വാലൻസ് ബാൻഡിൽ തുടരുന്നത് വരെ ഒരു ഇലക്ട്രോണും ഫ്രീ അല്ല. അത് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോയാൽ മാത്രമേ ആ ഇലക്ട്രോൺ ഫ്രീ ആകത്തുള്ളൂ. അവിടെ എന്ത് നടക്കത്തുള്ളൂ? ഇലക്ട്രിസിറ്റിയെ കണ്ടക്റ്റും ചെയ്യത്തുള്ളൂ. അപ്പം അൺഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ബാൻഡാണ് എന്ത്? ഹയർ എനർജി ആയിട്ടുള്ളൊരു ബാൻഡാണ്. ഈ മെറ്റീരിയലിനകത്തുള്ളൊരു ബാൻഡ് തന്നെയാണ് എന്ത്? കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. അപ്പം വാലൻസ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള കണ്ടക്ടേഴ്സിൻ്റെ കേസാണ്, പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. കണ്ടക്ഷൻ ബാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് പിന്നെ ഫ്രീ ആണ്. അങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. അപ്പം പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ബാൻഡ് ഹയർ എനർജി ആയിട്ടുള്ള അൺഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന കണ്ടക്ഷൻ ബാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ അത് അടുത്ത് വരുമ്പോഴത്തേന് ഇലക്ട്രോൺസിന് അങ്ങോട്ടേക്ക് എത്താനും പറ്റും. പിന്നീട് ഈ ഇലക്ട്രോൺസ് എന്താ? ഫ്രീ ആകും. ഫ്രീ ആകുമ്പോൾ അതിന് മൂവ് ചെയ്യാം. അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ടിവിറ്റി കാണിക്കുന്നത്. ആ ഒരു ഫിഗർ 1.338 നിങ്ങൾക്ക് നോക്കാമെങ്കിൽ കാണാം. ഫസ്റ്റ് പിക്ചർ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന പാർഷ്യലി ഫിൽഡ് വാലൻസ് ബാൻഡ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ഓവർലാപ്പിംഗ് ആയിട്ടുള്ള, അതായത് മേളിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡ്, ഇത് കണ്ടക്ഷൻ ബാൻഡ് വാലൻസ് ബാൻഡും കൂടെ ഓവർലാപ്പ് ചെയ്തിരിക്കുക. അത് കാണുമ്പോഴേ മനസ്സിലായിക്കോണം അതെന്താ? അത് കണ്ടക്ടേഴ്സാണ്. അവിടെ എനർജി ഗ്യാപ്പ് ഒന്നുമില്ല. വളരെ ഈസിലി ആയിട്ട് തന്നെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് പാസ് ചെയ്യും. കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഫ്രീ ആണ്. അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി അവരിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പിക്ചർ നോക്കിയാൽ ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ അത് അവർ നെക്സ്റ്റ് പാരാഗ്രാഫിൽ പറയുന്നുണ്ട്. ഇവിടെ അത് പറയുന്നുണ്ട്, if the gap between the filled valence band and the next higher unoccupied band അല്ലെങ്കിൽ conduction band is large, electrons cannot jump to it, and such a substance has very small conductivity and it behaves as an insulator. അപ്പം ഇൻസുലേറ്ററിൻ്റെ കേസിൽ എന്താ? വാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. ഒന്നാമത്തെ കാര്യം. ഹയർ ആയിട്ടുള്ള കണ്ടക്ഷൻ ബാൻഡ് എന്തായിരിക്കും? കണ്ടക്ഷൻ ബാൻഡിനും ഈ വാലൻസ് ബാൻഡിനും തമ്മിൽ ഒരുപാട് എനർജി ഗ്യാപ്പ് ഉണ്ട്. അത് നിങ്ങൾ ഫിസിക്സിൽ നിങ്ങൾ ലാസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് +2. അതുകൊണ്ട് ഇവിടെ അത്രയും വേണ്ട. ഇവിടെ ഈ ബാൻഡിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഈസി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കണ്ടക്ടേഴ്സാണ്. ഇൻസുലേറ്ററിൻ്റെ കേസിലോ ഇവർ തമ്മിൽ, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ നല്ല എനർജി ഡിഫറൻസ് ഉണ്ട്. അത് ആ പിക്ചർ നോക്കെങ്കിൽ കാണാം. നല്ല അതിന് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്നാണ് പറയുന്നത്. ഫോർബിഡൻ എനർജി ഗ്യാപ്പ്, ഇവിടെ ഫോർബിഡൻ സോണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് കൂടുതലാണ് ഇൻസുലേറ്റേഴ്സിൻ്റെ കേസസിൽ. അപ്പം കൂടുതലാകുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഒരുപാട് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകത്തുള്ളൂ. എങ്കിൽ മാത്രമേ കണ്ടക്ടിവിറ്റി നടക്കത്തുള്ളൂ. പക്ഷേ ഗ്യാപ്പ് നല്ല കൂടുതലായതുകൊണ്ട് തന്നെ എന്ത് നടക്കത്തില്ല? ഇലക്ട്രോൺസ് ഒരിക്കലും കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തത്തുമില്ല. അവർക്ക് കണ്ടക്ടിവിറ്റി വളരെ കുറവായിരിക്കും. അതാണ് മെറ്റലിൻ്റെ ഇൻസുലേറ്ററിൻ്റെയും കേസിൽ. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന പാർട്ടിൽ സെമി കണ്ടക്ടേഴ്സ് പിക്ചർ നോക്കാം. അപ്പം ഈ പിക്ചർ ഓർത്തിരിക്കണം. എന്തൊക്കെയാണ് മെറ്റൽസിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിൻ്റെ കേസസിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഇൻസുലേറ്ററിൻ്റെ കേസസിൽ ഓവർലാപ്പിംഗ് നടക്കുന്നില്ല. നല്ല ലാർജ് എനർജി ഗ്യാപ്പാണ് ഇൻസുലേറ്ററിനുള്ളത്. അതുകൊണ്ട് തന്നെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് വാലൻസ് ഇലക്ട്രോൺ എത്തുന്നുമില്ല. അവിടെ എത്തിയാൽ മാത്രമേ ഇലക്ട്രോൺസ് എന്ത് ചെയ്യത്തുള്ളൂ? ഫ്രീ ആവത്തുള്ളൂ. അതുകൊണ്ട് എന്ത് നടക്കുന്നില്ല? കണ്ടക്ടിവിറ്റി നടക്കുന്നില്ല.
ഇനി നമ്മൾ എങ്ങനെയാണ് സെമി കണ്ടക്ടേഴ്സിൽ കണ്ടക്ടിവിറ്റി നടക്കുന്നതെന്ന്. സെമി കണ്ടക്ടേഴ്സ് നമുക്കറിയാം എന്താ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിരിക്കും, അതായത് ഇൻസുലേറ്റേഴ്സിൻ്റെയും കണ്ടക്ടേഴ്സിൻ്റെയും ഇടയിലായിരിക്കും ഇവരുടെ കണ്ടക്ടിവിറ്റി ഉള്ളത്. ഇൻ കേസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ദി വാലൻസ് ബാൻഡ് ആൻഡ് ദി കണ്ടക്ഷൻ ബാൻഡ് ഈസ് സ്മോളോ. എനർജി ഗ്യാപ്പ് അത്ര വലുതായിട്ടില്ല, ഭയങ്കര, എന്നാൽ കണ്ടക്ഷൻ ബാൻഡിനെ പോലെ ഓവർലാപ്പ് ചെയ്യാനുള്ളത് അത്രയും അടുത്തുമല്ല, പക്ഷേ ഇച്ചിരി ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് ഒത്തിരി വലുതും അല്ല. ആ പിക്ചർ നോക്കാമെങ്കിൽ നിങ്ങൾക്ക് കാണാം ആ ഗ്യാപ്പ്. ദെയർഫോർ സം ഇലക്ട്രോൺസ് മേ ജംപ് ടു കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ഷോ സം കണ്ടക്ടിവിറ്റി. അതുകൊണ്ട് ചില ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. കണ്ടക്ഷൻ ബാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഫ്രീ ആണ്, മൂവ് ചെയ്യാൻ പറ്റും, അപ്പം നമുക്ക് കണ്ടക്ടിവിറ്റി ഉണ്ടെന്ന് പറയാം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടേഴ്സ് ഇൻക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസസിൽ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേനും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും കൂടും, ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കൂടും, അപ്പം കണ്ടക്ടിവിറ്റിയും കൂടും. സിൻസ് മോർ ഇലക്ട്രോൺസ് ക്യാൻ ജംപ് ഇൻ ടു ദ കണ്ടക്ഷൻ ബാൻഡ്. അങ്ങനെ വരുമ്പോഴത്തേന് എന്ത് പറ്റും, കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഒരുപാട് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യും അല്ലേ. വാലൻസ് ഇലക്ട്രോണിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഒരുപാട് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യും. Substances like silicon and germanium show this type of behavior and are called intrinsic semiconductors. അതായത് സെമികണ്ടക്ടേഴ്സിന് കണ്ടക്ടേഴ്സിൻ്റെ അത്രയും കണ്ടക്ടിവിറ്റി ഇല്ല, പക്ഷെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവരെന്ത് ചെയ്യും, കണ്ടക്ടിവിറ്റി കൂടും എന്നാണ് പറയുന്നത്. എങ്ങനെ, ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേന് വാലൻസ് ഇലക്ട്രോണിൽ നിന്ന് വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് ഒരുപാട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. അപ്പം ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി സെമി കണ്ടക്ടേഴ്സിൻ്റെ കൂടും, അല്ലെങ്കിൽ അവർ കണ്ടക്ടേഴ്സ് ആയിട്ട് മാറും എന്ന് വേണമെങ്കിൽ പറയാം. സബ്സ്റ്റൻസസ് ലൈക്ക് സിലിക്കോൺ ആൻഡ് ജെർമേനിയം ഷോ ദിസ് ടൈപ്പ് ഓഫ് ബിഹേവിയർ ആൻഡ് ആർ കോൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഇങ്ങനെ ഇത് ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റിയും കൂടുന്ന തരത്തിലുള്ള സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. അതിന് എക്സാമ്പിൾ ആരൊക്കെയാ, ജെർമേനിയവും സിലിക്കണും. The conductivity of these intrinsic semiconductors is too low to be of practical use. എന്ന് പറഞ്ഞാലും കണ്ടക്ടിവിറ്റി, ഇവരുടെ കണ്ടക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും ഇവർ കണ്ടക്ടിവിറ്റി കൂടിയെന്ന് പറഞ്ഞാലും അത് പ്രാക്ടിക്കലി നമുക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം അത്ര കണ്ടക്ടിവിറ്റി ഇല്ല. Their conductivity is increased by adding an appropriate amount of suitable impurity. പക്ഷേ ഇവർക്കൊരു പ്രത്യേകതയുണ്ട്, ഈ ജെർമേനിയത്തിന് സിലിക്കണും. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് അവരിൽ ചേർക്കുവാണെങ്കിൽ ഈ കണ്ടക്ടിവിറ്റി കൂടുന്നുണ്ട്. അത് നമുക്ക് പ്രാക്ടിക്കലി യൂസ് അല്ലെന്നാണ് പറയുന്നത്, പക്ഷേ പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമുക്കിവരെ മാറ്റിയെടുക്കാം. എന്ത് ചെയ്താൽ മതി, ജെർമേനിയത്തിനും സിലിക്കണിലും കുറച്ച് ഇമ്പ്യൂരിറ്റി ഇട്ടാൽ മതി. സെമി കണ്ടക്ടേഴ്സ് സാധാരണ എങ്ങനെയാണ്, അധികം കണ്ടക്ടേഴ്സിനെ പോലെ കണ്ടക്ടിവിറ്റി കാണിക്കത്തില്ല, പക്ഷേ ചൂട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അങ്ങനെ കാണിക്കുന്ന രണ്ടാൾക്കാരുണ്ട്, അതാണ് ജെർമേനിയം സിലിക്കണും. അവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. അവർ ആ കണ്ടക്ടിവിറ്റി കൂട്ടിയെന്ന് പറഞ്ഞാലും പ്രാക്ടിക്കലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെയും കൂടെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇമ്പ്യൂരിറ്റീസ് ഇവരിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ആ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഡോപ്പിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഡോപ്പിംഗ് എന്ന്? ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ആഡിങ് ഇമ്പ്യൂരിറ്റീസ് ടു ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ടു യൂസ് പ്രാക്ടിക്കലി, അല്ലെ ടു യൂസ്ഫുൾ ഫോർ പ്രാക്ടിക്കൽ യൂസ് ചെയ്യാം. പ്രാക്ടിക്കലി നമുക്ക് അവരെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പറ്റുന്ന തരത്തിൽ മാറ്റിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ്, സെമി കണ്ടക്ടേഴ്സിനെ മാറ്റിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് എന്തെന്ന് പറയുന്നത്, ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഡോപ്പിംഗ് ക്യാൻ ബി ഡൺ with an impurity which is electron rich or electron deficient as compared to the intrinsic semiconductor silicon or germanium. സിലിക്കോണിനെയും ജെർമേനിയത്തിനേക്കാളും ഇലക്ട്രോൺ കൂടുതലുള്ള ആൾക്കാരെയോ ഇലക്ട്രോൺ കുറവുള്ള ആൾക്കാരെയോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡോപ്പിംഗ് ചെയ്യാം. Such impurities introduce electronic defects in them. ഇങ്ങനത്തെ ഇമ്പ്യൂരിറ്റീസ് ഇവരിൽ എന്ത് കൊണ്ടുവരും, ഇലക്ട്രോണിക് ഡിഫക്റ്റുകൾ കൊണ്ടുവരും. അപ്പം നമ്മളിനി ഡോപ്പിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ളവരിലും നമുക്ക് ഡോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഡോപ്പിംഗ് ചെയ്യാമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്നാണ് നമ്മളിനി നോക്കുന്നത്.
ആദ്യം നോക്കുന്നത് ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റീസ്. ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ ആഡ് ചെയ്യുക. ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? സിലിക്കണും ജെർമേനിയമാണ് എക്സ്റ്റെൻസിങ് സെമി കണ്ടക്ടേഴ്സ്. നമ്മൾ പഠിച്ചു. ഈ എക്സ്റ്റെൻസിങ് സെമി കണ്ടക്ടേഴ്സ് ആയിട്ടുള്ള സിലിക്കോണും ജെർമേനിയും ബിലോങ് ചെയ്യുന്ന ഗ്രൂപ്പ് ഏതാ? 14 ആണ്. അപ്പം ഇലക്ട്രോൺ റിച്ച് എന്ന് പറയുമ്പം ആരായിരിക്കും ആഡ് ചെയ്യേണ്ടത്? ഗ്രൂപ്പ് 15-ലുള്ളവരെ ആയിരിക്കണം ആഡ് ചെയ്യേണ്ടത്. അതായത് ഇവരെക്കാളും കുറച്ചും കൂടി ഇലക്ട്രോൺസ് ഉള്ളവരെ ആയിരിക്കണം ആഡ് ചെയ്യുന്നത്. അപ്പം ഗ്രൂപ്പ് 15 ആഡ് ചെയ്യും. അപ്പം നമുക്ക് കിട്ടുന്ന ഈ സെമി കണ്ടക്ടേഴ്സിന് പേര് പറയും എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. അപ്പം എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Silicon and germanium belong to group 14 of the periodic table and have 4 valence electron each. അറിയാവുന്ന കാര്യമാണ്. പീരിയോഡിക് ടേബിൾ എടുത്ത് കാണാം. കാർബണിൻ്റെ താഴെ, കാർബൺ 14th ഗ്രൂപ്പാണ്, അതിൻ്റെ താഴെയായിട്ടാണ് ആര് കാണുന്നത്? കാർബൺ, സിലിക്കൺ, ജെർമേനിയം, അങ്ങനെ ഗ്രൂപ്പ് 14-ലെ ആൾക്കാരെ മുഴുവൻ നമുക്ക് കാണാം. അപ്പം ഇവർ ഏത് ഗ്രൂപ്പിലാണ്? അതുകൊണ്ട് തന്നെ 14 ആയതുകൊണ്ട് തന്നെ ഇവരുടെ ബാലൻസ് ഇലക്ട്രോൺ എത്ര? 4 ആണ്. ഇൻ ദർ ക്രിസ്റ്റൽ ആറ്റം ഈച്ച് ആറ്റം ഫോം 4 കോവാലന്റ് ബോണ്ട് വിത്ത് നെയ്ബേഴ്സ്. ക്രിസ്റ്റലായിട്ട് നിൽക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് ആറ്റങ്ങൾ കാണും. ഓരോ ആറ്റങ്ങളും നെയ്ബറിങ് ആയിട്ടുള്ളവരുമായിട്ട് കോവാലന്റ് ബോണ്ടിലാണ് നിൽക്കുന്നത്. ആ പിക്ചർ നോക്കാമെങ്കിൽ കാണാം. കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഷെയർ ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ വരച്ച് കാണിക്കാം. അതായത് ഇതൊരു സിലിക്കൺ, ഇപ്പറേ ഒരു സിലിക്കൺ ഉണ്ട്, ഇപ്പറേ ഒരു സിലിക്കൺ ഉണ്ട്. ഇങ്ങനെ ക്രിസ്റ്റൽസ്, ഇങ്ങനെ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇങ്ങനെ ആറ്റങ്ങൾ, ഇഷ്ടംപോലെ ആറ്റങ്ങളുണ്ട്. ഈ ഓരോ ആറ്റത്തിൻ്റെയും ഓരോരോ ആറ്റങ്ങൾ എന്ത് ചെയ്ത് നിൽക്കുക? ഷെയർ നിൽക്കുക. ഈ സിലിക്കണിൻ്റെ ഈ ആറ്റവും ഈ ആറ്റവും തമ്മിൽ ഷെയർ ചെയ്ത് നിൽക്കുക. അതുപോലെ ഈ സിലിക്കണിൻ്റെ തന്നെ ഈ ആറ്റവും മുകളിലത്തെ ആറ്റവും ഷെയർ ചെയ്ത് നിൽക്കുക. ഈ സിലിക്കണിൻ്റെ ഇവിടുത്തെ ആറ്റവും ഈ സിലിക്കണിൻ്റെ ആറ്റവും തമ്മിൽ ഷെയർ ചെയ്ത് നിൽക്കും. അങ്ങനെ ഇത്രയും ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഷെയർ ചെയ്ത് നിൽക്കും. അങ്ങനെ ഒരാറ്റം ഒരു സിലിക്കൺ ആറ്റം മറ്റൊരു സിലിക്കൺ ആറ്റത്തിനോട് ഒരു സിലിക്കൺ ആറ്റം മറ്റൊരു സിലിക്കൺ ആറ്റത്തോട് കോവാലന്റ് ബോണ്ടിൽ നിൽക്കുക, ഷെയർ ചെയ്ത്. അതായത് ഇതിൻ്റെ ഒന്നും അങ്ങനെ ഷെയർ ചെയ്ത് നിൽക്കുക. അതാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ നോക്കാമെങ്കിൽ കാണാം 2 ഇലക്ട്രോൺ കാണിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ 2 എണ്ണം മീൻസ് ഒരു ബോണ്ടാണ്. അതായത് ഇവിടെ ഒരു കോവാലന്റ് ബോണ്ട്, ഇവിടെ ഒരു കോവാലന്റ് ബോണ്ട്, ഇങ്ങോട്ടൊരു കോവാലന്റ് ബോണ്ട്, ഇങ്ങോട്ടൊരു കോവാലന്റ് ബോണ്ട്. ഇവരെ പരസ്പരം ഷെയർ ചെയ്ത് നിൽക്കുന്ന ബോണ്ടിനാണ്, ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് നിൽക്കുന്നതിനാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പം വേറെ 4 ആറ്റത്തിനോട് ഒരു സിലിക്കൺ ആറ്റം ഇതിൻ്റെ ക്രിസ്റ്റലിൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. When doped with a group 15 element like phosphorus or arsenic, which contains 5 valence electron, they occupy some of the lattices in silicon or germanium crystal. ഇനിയും എന്താ? ഫോസ്ഫറസ് ആർസനിക്കോ, അതായത് ഗ്രൂപ്പ് 15-ലുള്ളവരുമായിട്ട് അല്ലെങ്കിൽ ഇവരിലോട്ട് ഈ ഇമ്പ്യൂരിറ്റീസ് സിലിക്കോണിലോട്ടോ ജെർമേനിയത്തിലോട്ടോ ഈ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇവരിലുള്ള 5 വാലൻസ് ഇലക്ട്രോൺസ് ആണല്ലോ ആർക്കുള്ളത്? ഗ്രൂപ്പ് 15-ലുള്ളവർക്കുള്ളത്. അവർ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോണുകളെല്ലാം ഇവരുടെ ലാറ്റിസൈറ്റുകൾ അല്ലെ ഇവരുടെ പല ആറ്റങ്ങൾ ഇരിക്കുന്നിടത്തും വന്ന് ഈ ഇമ്പ്യൂരിറ്റീസ് ഇരിക്കാൻ സാധ്യതയുണ്ട്. 4 out of the 5 elements are used in the formation of 4 covalent bond with the 4 neighboring silicon atom. അതായത് വരുന്ന ഫോസ്ഫറസിന് 5 വാലൻസ് ഇലക്ട്രോൺ. ആ 5 വാലൻസ് ഇലക്ട്രോണിൽ ഫോസ്ഫറസ് ആവാം, ആർസനിക് ആവാം. ആ വരുന്ന ആൾക്കാരിലെ നമുക്കറിയാം 4 സിലിക്കൺ ആറ്റങ്ങൾ, അതിൻ്റെ ഓരോരോ ആറ്റങ്ങളെ അല്ലെങ്കിൽ ആകെ സിലിക്കണിന് 4 വാലൻസ് ഇലക്ട്രോണുകളെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫോസ്ഫറസിൻ്റെ 4 ആൾക്കാരുമായിട്ട് കോവാലൻ്റ്ലി ഷെയർ ചെയ്യും. പക്ഷെ അപ്പോഴും ഫോസ്ഫറസിൻ്റെ അല്ലെങ്കിൽ ആർസനിക്കിൻ്റെ 1 വാലൻസ് ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഫ്രീ ആകും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു എൻ ടൈപ്പ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് നോക്കാമെങ്കിൽ കാണാം.
അത് ഞാൻ കാണിക്കാം. ആഴ്സനിക് ഇങ്ങനെ ഇരിക്കുകയാണ്. ആഴ്സനിക്കിന് എത്ര ഉണ്ട് ആറ്റങ്ങൾ? ആഴ്സനിക്കിൻ്റെ ഇപ്പുറത്ത് ഒരു സിലിക്കൺ ഉണ്ട്, മുകളിലൊരു സിലിക്കൺ ഉണ്ട്, മുകളിലൊരു സിലിക്കൺ ഉണ്ട്. ആഴ്സനിക്, ഇവിടെ ഒരു സിലിക്കൺ, ഇവിടെ ഒരു സിലിക്കൺ, ഇവിടെ ഒരു സിലിക്കൺ, ഇവിടെ ഒരു സിലിക്കൺ. ഈ സിലിക്കൻ്റെ ഇവിടെ ബോണ്ടുണ്ട്, ഇവിടെ ബോണ്ടുണ്ട്. മുകളിലത്തെ സിലിക്കണുമായിട്ട് ബോണ്ട് ചെയ്ത് നിൽക്കുക. ഇവിടുത്തെ ആറ്റവും ബോണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനുള്ള ആകെ ഒരെണ്ണേ ഉള്ളൂ, അത് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനും ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഇതിൻ്റെ ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഇതിൻ്റെ ഒരെണ്ണം ഇവിടെ ഉണ്ട്. പക്ഷെ ആഴ്സനിക്കിൻ്റെ കേസിൽ നമുക്കറിയാം ആഴ്സനിക്കിന് 5 അത് 1 2 3 4, പിന്നെ ഒരെണ്ണം കൂടെ നിൽപ്പുണ്ട്. അപ്പം ഓരോ സിലിക്കൺ ആറ്റംസും കോവാലൻ ബോണ്ട് ഇതിൻ്റെ 4 ആറ്റങ്ങളുമായിട്ട്, ആഴ്സനിക്കിൻ്റെ 4 ആറ്റങ്ങളുമായിട്ട് കോവാലൻ ബോണ്ട് ചെയ്യും. പക്ഷെ അപ്പോഴും ഒരെണ്ണം എന്ത് ചെയ്യും? ഒരാറ്റം ഫ്രീ ആണ്. അങ്ങനെ ആഴ്സനിക് എവിടെയൊക്കെ ചെല്ലുന്നുണ്ടോ, എവിടെയൊക്കെ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി വരുന്നുണ്ടോ, അപ്പൊക്കെ ഓരോ ഫ്രീ ഇലക്ട്രോൺസിനെ കിട്ടും. ഇവിടെ ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നെങ്കിൽ ഓരോ ഫ്രീ ഇലക്ട്രോൺസിനെ കിട്ടും. അപ്പം നമുക്കറിയാം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം എന്ത് ചെയ്യും? അവിടെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി അവിടെ കൂടും. കാരണം ബാക്കിയെല്ലാം ബോണ്ട് ചെയ്ത് നിൽക്കുക, ബോണ്ടഡ് ആണ്. ഫ്രീ ആയിട്ട് നിൽക്കുന്നത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇമ്പ്യൂരിറ്റീസ് കൂടുമ്പോൾ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണവും കൂടും. അപ്പോഴാണ് കണ്ടക്ടിവിറ്റി കൂടുന്നത്. ഓക്കെ, അതാണ് ഇനി അവിടെ പറയുന്നത്. ദ 5th ഇലക്ട്രോൺ ഈസ് എക്സ്ട്രാ. 5th ഇലക്ട്രോൺ എന്താ? എക്സ്ട്രാ ആണ്. ആൻഡ് ബിക്കം ഡീലോക്കലൈസ്ഡ്. അതിനെങ്ങോട്ട് വേണേലും മൂവ് ചെയ്യാം, ഒരിടത്ത് മാത്രം ഇരിക്കുകയല്ല. ദീസ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്. എത്ര ഇമ്പ്യൂരിറ്റി ഉണ്ടോ അപ്പം ഇമ്പ്യൂരിറ്റീസ് ഉള്ളിടത്തൊക്കെ, അതായത് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റിയാണ്, ഓരോ ഫ്രീ ഇലക്ട്രോൺസുകൾ ആ ക്രിസ്റ്റലിലേക്ക് എത്തും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇലക്ട്രോൺസുകൾ കൂടും. ആൻഡ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് കൂടിയാൽ എന്ത് സംഭവിക്കും? ഡോപ്ഡ് ചെയ്ത അല്ലെങ്കിൽ ഈ സിലിക്കണിൻ്റെ ജെർമേനിയത്തിൻ്റെയോ കണ്ടക്ടിവിറ്റി കൂടും. ഹിയർ ദ ഇൻക്രീസ് ഇൻ കണ്ടക്ടിവിറ്റി ഈസ് ഡ്യൂ ടു ദ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ. അപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ ഒരാൾ കൂടുതൽ ഇലക്ട്രോൺ റിച്ച് ആയതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോൺ കൂടി അല്ലേ? ഈ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോണിൻ്റെ ചാർജ് ചെയ്താൽ നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പം അതാണ് ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സെമി കണ്ടക്ടർ എൻ ടൈപ്പ്. ഇലക്ട്രോൺ ഡെഫിസിറ്റ് ഇമ്പ്യൂരിറ്റീസ്, അതായത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ ആഡ് ചെയ്യുക. അതായത് ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് ആണ് സിലിക്കോണും ജെർമേനിയം. അപ്പം ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളവർ ആരായിരിക്കണം? ഗ്രൂപ്പ് 12, അതായത് ബോറോൺ ഫാമിലി, ഗ്രൂപ്പ് 13 ഫാമിലി ആയിരിക്കണം. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ഒക്കെ ഉൾപ്പെടുന്ന ആ 13th ഗ്രൂപ്പുമായിട്ട് ഡോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ്. അപ്പം പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. മുമ്പേ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ എങ്ങനെ പേര് വന്നെന്ന് മനസ്സിലായല്ലോ. കാരണം അവരുടെ ഉള്ളിൽ കണ്ടക്ടിവിറ്റി കൊടുക്കുന്ന ആൾ ആരാ? നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോണുകളാണ്. അതുകൊണ്ടാണ് അവരിൽ എൻ ടൈപ്പ് എന്ന് വന്നത്. ഇനി ഇവർ പി ടൈപ്പാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയും. അത് നമുക്ക് പി ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെ ആ പേര് കിട്ടിയെന്ന് ഇതിൻ്റെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. Silicon or germanium can also be doped with a group 13 element like boron, aluminium or gallium which contain only 3 valence electron. ഇവരുടെ valence electron എത്ര? 3 ആണ്. The place where the 4th valence electron is missing is called electron hole or electron vacancy. അപ്പം നമുക്കറിയാം സിലിക്കോണിൻ്റെ 4 വാലൻസി ഉള്ളിടത്ത് 3 മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? 3 സ്ഥലത്ത് മാത്രമേ കോവാലൻ ബോണ്ട് ഫോം ചെയ്യത്തുള്ളൂ. ഒരു ആറ്റത്തിന്, ഒരു സിലിക്കോണിന്
ഒരു സിലിക്കോണിൻ്റെ സ്ഥലത്ത് എന്ത് ചെയ്യും, ഇലക്ട്രോണിന് കിട്ടത്തില്ല. ഈ ഇമ്പ്യൂരിറ്റി വന്നു കഴിയുമ്പം ഒരു സിലിക്കോണിന് കോവാലൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പം അവിടെ എന്താ സംഭവിക്കുന്നത്, ശരിക്കും അവിടെ ഒരു ഹോളാണ് സംഭവിക്കുന്നത്. ഹോൾ സംഭവിക്കുന്നതിൻ്റെ അർത്ഥം എന്താ, ഒരു ഇലക്ട്രോൺ കുറവെന്ന് പറഞ്ഞാൽ അവിടെ പോസിറ്റീവ് ചാർജാണ് ഉള്ളതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതിന് ആ പേര് കിട്ടും. ഏത് പേര്, പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. അതാണ് അവിടെ പറയുന്നത്. ആൻഡ് ഇലക്ട്രോൺ മിസ്സിങ് ഫ്രം the place where the fourth valence electron is missing is called electron hole or electron vacancy. ആ ഒരു ഫിഗർ 1.34 നോക്കാമെങ്കിൽ കാണാം. ആ പിക്ചർ നോക്കിക്കേ. ആ പിക്ചർ നോക്കാമെങ്കിൽ ഇവിടെ ഒരു ഹോൾ വന്നിരിക്കുന്നത് കാണാം. അതായത് ഇതൊരു ബോറോണിന് 3 ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു ഇലക്ട്രോൺ മിസ്സിങ് ആണ്. അപ്പം ഇവിടുത്തെ സിലിക്കോണിന് കിട്ടും, ഇവിടുത്തെ സിലിക്കോണിന് കിട്ടും, ഇവിടുത്തെ ആൾക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു ഹോള് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രോൺ, ഇവിടുത്തെ സിലിക്കോൺ ഒരു ഇലക്ട്രോൺ ഉണ്ട്, പക്ഷേ ഈ ബോറോൺ ഇവിടെ ഇലക്ട്രോൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ സിലിക്കോണിന് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു ഹോള് വരും. ആ ഹോള് അതിന് പറയുന്ന പേരെന്താ നമ്മൾ പറയുന്നത്, ഹോൾ ഓർ ഇലക്ട്രോൺ വേക്കൻസി എന്ന് പറയും. ആൻഡ് ഇലക്ട്രോൺ ഫ്രം നെയ്ബറിങ് ആറ്റം കം ആൻഡ് ഫിൽ ദ ഇലക്ട്രോൺ ഹോൾ. അങ്ങനെ സംഭവിക്കുമ്പം എന്ത് പറ്റും, നെയ്ബറിലായിട്ടിരിക്കുന്ന ഇലക്ട്രോണിന് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും, ഈ ഹോളിലേക്ക് വരാൻ പറ്റും. പക്ഷെ അങ്ങനെ ചാടുമ്പോൾ എന്ത് സംഭവിക്കും, ബട്ട് ഇൻ ഡൂയിങ് സോ ഇറ്റ് വുഡ് ലീവ് ആൻ ഇലക്ട്രോൺ ഹോൾ അറ്റ് ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. ഒരു ഇലക്ട്രോൺ അവിടെ നിന്ന് ചാടുമ്പോൾ അവിടെ എന്ത് പറ്റി, ഹോള് ഉണ്ടായി. അതുപോലെ തന്നെ ആ ഹോള് കാണുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ ഇങ്ങോട്ടേക്ക് ചാടും, അപ്പുറത്തിരിക്കുന്ന ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ചാടും. അപ്പം വീണ്ടും എന്ത് ചെയ്യും, ഈ ഹോൾ ഇപ്പുറത്തേക്ക് പോകും. അതായത് ഇപ്പം ഇവിടെ ഒരു ഹോള് വന്നു, അപ്പോൾ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ചാടി. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു ഹോള് വന്നു, അപ്പം ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ചാടി. അപ്പോൾ ശരിക്കും ഇവിടെ ഒരു ഹോള് വന്നു. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താ കാണുന്നത്, ഹോൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. ആ മൂമെൻറ്റ് കൊണ്ടാണ് കണ്ടക്ടിവിറ്റി ഉണ്ടാവുന്നതെന്നും തോന്നും. അതുകൊണ്ടാണ് പി ടൈപ്പ് കണ്ടക്ടർ എന്ന് പറയുന്നത്. അതെന്താ അവിടെ പറഞ്ഞതെന്ന് നോക്കാം. ഇഫ് ഇറ്റ് ഹാപ്പൻ ഇറ്റ് വുഡ് അപ്പിയർ ആസ് ഇഫ് ദി ഇലക്ട്രോൺ ഹോൾ ഹാസ് മൂവ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ഫിൽഡ് ഇറ്റ്. അല്ലേ, ഹോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നോട്ട് തോന്നും. ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. ഹോൾ എന്ത് ചെയ്യുന്നു, ഹോള് ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും, ഓപ്പോസിറ്റായിട്ട്. Under the influence of an electric field, electrons would move towards the positively charged plate through electronic holes. ഇതെങ്ങനെയാണ് നമുക്ക് ഇവർ മനസ്സിലാവുന്നത്, ഒരു ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ നമുക്ക് എന്ത് മനസ്സിലാകും, electrons will move toward the positively charged plate through electronic holes. But it would appear as if electron holes are positively charged and are moving towards negatively charged plate. അതായത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാകും, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റീവ് പ്ലേറ്റും വെക്കുക, നെഗറ്റീവ് പ്ലേറ്റും വെക്കുക. അപ്പം ഈ ഇലക്ട്രോൺസ് എല്ലാം പോസിറ്റീവ് സൈഡിലേക്കും പോവും, ഈ ഹോൾ എങ്ങോട്ട് പോകുന്നതായിട്ടും തോന്നും, നെഗറ്റീവ്ലി സൈഡായിട്ടുള്ള ഭാഗത്തേക്ക് പോകുന്നതായിട്ടും തോന്നും, നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിൻ്റെ അവിടേക്ക് പോകുന്നതായിട്ട് തോന്നും. അപ്പം നമുക്ക് ഈ ഒരു കറണ്ട് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി സംഭവിക്കുന്നത് എന്തിൻ്റെ മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് തോന്നും, ഹോളിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ്. ഹോള് മൂവ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജ്ഡ് പ്ലേറ്റിലോട്ടല്ലേ, അപ്പം നമുക്ക് മനസ്സിലായി എന്താ, ഹോളിൻ്റെ ചാർജ് പോസിറ്റീവാണെന്ന്. അപ്പം ആ ഹോള് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ കണ്ടക്ടിവിറ്റി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആക്ച്വലി ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്യുന്നത്, പക്ഷേ നമ്മൾക്ക് എങ്ങനെ തോന്നും, ഹോളാണ് മൂവ് ചെയ്യുന്നതെന്ന്. ആൻഡ് ഹോൾ മൂവ് ചെയ്യുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിൻ്റെ അവിടോട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ പറയും പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള സെമി കണ്ടക്ടറാണ് ഉണ്ടാവുന്നതെന്ന്. എങ്ങനെ പേര് വരുന്നതെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഫോം ചെയ്യുന്നത്. ഹോൾസ് ഉണ്ടാവും, കാരണം ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ഒരു വാലൻസ് ഇല്ലാത്തവരാണ്. അപ്പം സിലിക്കോണിൻ്റെ 4 വാലൻസ് ഇലക്ട്രോണിൽ ഒരു സ്പേസിലേക്ക് ഇലക്ട്രോൺ
ഇല്ല, അവിടെ ഹോളാവും. അപ്പോൾ ആ ഹോളിലേക്ക് ഇലക്ട്രോൺ ചാടും. അപ്പം ഹോള് ലെഫ്റ്റിലേക്ക് നീങ്ങി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നീങ്ങി പോകും. ആൻഡ് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാമെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാകും? ഈ ഹോള് നെഗറ്റീവ്ലി ചാർജ് പ്ലേറ്റിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ പറയും ഹോളിന് പോസിറ്റീവ് ചാർജാണ്. അല്ലെങ്കിൽ ഈ സെമി കണ്ടക്ടേഴ്സിന് കാരണം, അല്ലെങ്കിൽ ഈ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പം കണ്ടക്ടിവിറ്റി കൂടാനുള്ള കാരണം ആരാ? പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്നവരെ വിളിച്ചു. അപ്പം അത്ര ഓർത്തിരിക്കുക. അതാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഇമ്പ്യൂരിറ്റീസ്. തെറ്റിപ്പോകരുത്. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ആഡ് ചെയ്യുമ്പോൾ എന്ത് ടൈപ്പാണ് കിട്ടുന്നത്? പി ടൈപ്പാണ് കിട്ടുന്നത്. ഇതിൻ്റെ കാരണം ഓർത്തിരുന്നാൽ മതി. ഹോൾ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ളവരിൽ ഒരു ഇലക്ട്രോൺ കൂടുതലാണ്, അപ്പം നെഗറ്റീവാണ്. ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ചാർജ് നെഗറ്റീവാണ്. ഇലക്ട്രോൺസ് കൂടുതൽ വരുമ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ആണ് അവരിൽ എന്താ ഉണ്ടാക്കുന്നത്? കണ്ടക്ടിവിറ്റി കൂട്ടുന്നത്. ഇവിടെ ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് തോന്നുന്നത് ആരുണ്ടാക്കുന്നതായിട്ടാണ്? ഹോൾസ് ഉണ്ടാക്കുന്നതായിട്ടാണ്. ഹോളിൻ്റെ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് വെച്ചപ്പം പോസിറ്റീവായിട്ട് നെഗറ്റീവ്ലി ചാർജ് പ്ലേറ്റിലേക്കാണ് പോയത്. അപ്പം നമുക്ക് മനസ്സിലായി പോസിറ്റീവാണെന്ന്. അപ്പം പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ലാസ്റ്റ് പോർഷനാണ് ആപ്ലിക്കേഷൻ ഓഫ് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. പി ടൈപ്പ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ. Various combinations of n-type and p-type semiconductors are used for making electronic components. n-type semiconductor ആയിക്കോട്ടെ p-type semiconductor ആയിക്കോട്ടെ ഒരുപാട് ഇലക്ട്രോണിക് ആയിട്ടുള്ള കറണ്ട് വെച്ചിട്ടുള്ള ഒരുപാട് കമ്പോണൻസ് ഉണ്ടാക്കാൻ ഇവരെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫിസിക്സ് ചാപ്റ്ററിൽ കൃത്യമായിട്ട് ഒരുപാട് വാസ്റ്റായിട്ട് ഇവരെ പറ്റി പഠിക്കുന്നുണ്ട്. ഡയോഡ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഈസ് യൂസ്ഡ് ആസ് എ റെക്ടിഫയർ ആയിട്ട് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഡയോഡ്. ഈ ഡയോഡ് എന്ന് പറയുന്നത് എന്താ? എൻ ടൈപ്പും പി ടൈപ്പിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് ഡയോഡ്. അതെന്തായിട്ട് യൂസ് ചെയ്യുന്നതാണ്? ഒരു റെക്ടിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി റെക്ടിഫയർ എന്താ? റെക്ടിഫയർ ഡി സി കറണ്ടായിട്ട് മാറ്റുന്നവരാണ്. അതും നിങ്ങൾ എന്താണ് റെക്ടിഫയർ എന്നൊക്കെ ഫിസിക്സിൽ പഠിക്കുന്നുണ്ട്. അപ്പം എന്തിനു ഉപയോഗിക്കുന്ന? ഡയോഡിന് ഉപയോഗിക്കുന്നുണ്ട്. ഡയോഡ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെ കോമ്പിനേഷനാണ്? എൻ ടൈപ്പിൻ്റെയും പി ടൈപ്പിൻ്റെയും കോമ്പിനേഷനാണ്. ട്രാൻസിസ്റ്റേഴ്സ് ആസ് മെയ്ഡ് ബൈ സാൻഡ്വിച്ചിങ് a layer of one type of semiconductors between two layers of the other type of semiconductors. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ടാക്കാൻ വേണ്ടിയും എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? ഈ എൻ ടൈപ്പ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. എന്താ? ട്രാൻസിസ്റ്റർ നിങ്ങൾക്കറിയാം, ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെയൊക്കെ ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പം ഈ ട്രാൻസിസ്റ്റേഴ്സിനെ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഏതെങ്കിലും ഒരു തരത്തിലുള്ള എൻ ആകാം പി ആകാം സെമി കണ്ടക്ടേഴ്സിനെ ബാക്കി രണ്ടെണ്ണത്തിൻ്റെ അതിൻ്റെ അതായത് ഇങ്ങനെ നമുക്ക് ഇപ്പോൾ പറയാം, എൻ പി എൻ, അതായത് രണ്ട് എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു പി ടൈപ്പും. കണ്ടോ? പി ഇവിടെ സാൻഡ്വിച്ച് ചെയ്തിരിക്കുക, ബാക്കി രണ്ടെണ്ണത്തിന് നടക്കുക. അതുപോലെ പി എൻ ബി ട്രാൻസിസ്റ്റർ, അതെന്താ? എൻ ടൈപ്പിനെ പി ടൈപ്പിൻ്റെ നടുക്ക് സാൻഡ്വിച്ച് ചെയ്തിരിക്കുക. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നവരാണ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് തരത്തിലുള്ള ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. NPN and PNP type of transistors. അതവിടെ പറയുന്നുണ്ട്. NPN and PNP type of transistors are used to detect or amplify radio or audio signals. എന്താ? സിഗ്നൽസിനെ റേഡിയോ സിഗ്നൽ ആയിക്കോട്ടെ ഓഡിയോ സിഗ്നലുകൾ ആയിക്കോട്ടെ ഇവരെ ആംപ്ലിഫൈ ചെയ്യുന്ന ജോലിയാണ് ട്രാൻസിസ്റ്റേഴ്സിനുള്ളത്. അപ്പം എങ്ങനെ അവരുണ്ടാക്കുന്നത്? സാൻഡ്വിച്ചിങ്, ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് കണ്ടക്ടറിനെ സാൻഡ്വിച്ച് ചെയ്യും മറ്റ് ടൈപ്പിൻ്റെ നടുക്ക് വെച്ച്. The solar cell is an efficient photodiode used for conversion of light energy into electrical energy. പിന്നെ എന്താ?
ഫോട്ടോ ഡയോഡ് ഉണ്ടാക്കാൻ. ഏത് ഫോട്ടോ ഡയോഡാണ്? സോളാർ സെൽ എന്ന് പറയുന്നത് ഫോട്ടോ ഡയോഡാണ്. അത് എന്തിനു ഉപയോഗിക്കാറുണ്ട്? ലൈറ്റ് എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാനുള്ള ഫോട്ടോ ഡയോഡ് ഉണ്ടാക്കാനും ഈ N ആൻഡ് P ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വളരെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളതാണ്. ഫിസിക്സിൻ്റെതായ മേഖലയിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ള ആൾക്കാരാണ് ഈ N ടൈപ്പ് P ടൈപ്പ് കണ്ടക്ടേഴ്സ്. Germanium and silicon are group 14 elements and therefore have a characteristic valence of 4 and form 4 bond as in diameter. അതുപോലെ തന്നെ നമുക്കറിയാം ജെർമേനിയം സിലിക്കണും 14th എലമെൻറ്റിൽ പെടുന്നതാണ്. ആൻഡ് ദെയർഫോർ ഹാവ് എ 4 ആണ്. അവരുടെ വാലൻസ് ഇലക്ട്രോൺ 4 ആണെന്നറിയാം. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യും? ഡയമണ്ടിനകത്ത് പോലെ തന്നെ 4 ബോണ്ട് covalently form ചെയ്യും. A large variety of solid state material have been prepared by combination of group 13 and 15 or group 12 and 16 to stimulate average valence of 4 as in germanium or silicon. എന്ത് ചെയ്യാറുണ്ടെന്നറിയാവോ? ഈ ഗ്രൂപ്പ് അതെങ്ങനെ കാണിക്കാം? ഗ്രൂപ്പ് 13 അല്ല, ഗ്രൂപ്പ് ഗ്രൂപ്പ് 12, 13, 15, 16 ഇവർ എന്ത് ചെയ്യും? ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ ഇതിൽ ഗ്രൂപ്പ് 14th വാലൻസ് ഇലക്ട്രോൺ ആവാൻ വേണ്ടി ഗ്രൂപ്പ് 13 എലമെൻസും ഗ്രൂപ്പ് 15 എലമെൻസും തമ്മിൽ ഡോപ്പ് ചെയ്യും. അത് ഡോപ്പ് ചെയ്യുന്നല്ല, അവർ കോമ്പിനേഷൻ നടത്തും. അതുപോലെ തന്നെ ഗ്രൂപ്പ് 16ഉം ഗ്രൂപ്പ് 12ഉം തമ്മിൽ കോമ്പിനേഷൻ നടക്കും. അങ്ങനെ നടന്നിട്ട് ഗ്രൂപ്പ് 14th വാലൻസ് ഫോം ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? കമ്പൈൻ ചെയ്യുന്നത്. To stimulate average valence of 4 as in germanium or silicon. സിലിക്കണിൻ്റെയും ജെർമേനിയത്തിൻ്റെയും പോലെ 4 വാലൻസ് ഫോം ചെയ്യാൻ വേണ്ടി ഇവർ എന്ത് ചെയ്യും? ഇങ്ങനെ കമ്പൈൻ ചെയ്യും. ടിപ്പിക്കൽ കോമ്പൗണ്ട്സ് ഓഫ് ഗ്രൂപ്പ് 13 to 15 ആർ, നിങ്ങൾ ഇങ്ങനെ എഴുതി നോക്കണം. ഗ്രൂപ്പ് 15 ആൾക്കാരുടെ പേരും ഗ്രൂപ്പ് 13, ഇപ്പം ഇവർ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ് 13 15. 13 നമുക്കറിയാം ബോറോൺ, ഇനിയുണ്ട് ഇന്ത്യയും താലിയം. അതുപോലെ തന്നെ 15th ഗ്രൂപ്പ് എന്ന് പറയുമ്പം നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി, ബിസ്ബത്ത്. അപ്പം ഇവർ തമ്മിൽ എന്ത് ചെയ്യും? ഇത് അവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. 13 15 കൂടി ചെയ്യുമ്പം ഇന്ത്യയും ആൻറ്റിമണിയും കൂടെ ചേർന്നിട്ട് കോമ്പൗണ്ട് ഉണ്ടാകും. അതുപോലെ തന്നെ അലൂമിനിയം, ഫോസ്ഫറസും കൂടെ ചേർന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഗാലിയം, ആർസനിക്കും കൂടെ തന്നെ ചേർന്നിട്ടുണ്ടാവും. ആൻഡ് ഗാലിയം, ആർസനൈഡ്, അങ്ങനെ ഓരോരോ കോമ്പൗണ്ട് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പം എന്ത് ചെയ്യും? ഓരോരോ കോമ്പൗണ്ട് ഉണ്ടാകും. അതിൽ തന്നെ ഗാലിയം ആർസനൈഡ് സെമികണ്ടക്ടർ ഹാവ് വെരി ഫാസ്റ്റ് റെസ്പോൺസ് ആൻഡ് ഹാവ് റെവല്യൂഷണറി ദ ഡിസൈൻ ഓഫ് സെമികണ്ടക്ടർ ഡിവൈസസ്. സെമികണ്ടക്ടർ ഡിവൈസിൻ്റെ തന്നെ ഡിസൈനിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊണ്ടുവന്ന ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഈ ഗാലിയം ആർസനിക്കും കൂടെ ചേർന്നിട്ട് ഗാലിയം ആർസനൈഡ്. സിങ്ക് സൾഫൈഡ്, കാഡ്മിയം സൾഫൈഡ്, കാഡ്മിയം സെലീനിയം ആൻഡ് മെർക്കുറിക് ടെല്ലൂരിയം ആർ എക്സാമ്പിൾസ് ഓഫ് ഗ്രൂപ്പ് 12 16 കോമ്പൗണ്ട്സ്. ഇനി ഇതുപോലെ തന്നെ ഇപ്പം ചെയ്ത പോലെ തന്നെ ഗ്രൂപ്പ് 12 16 കൂടെ വരച്ച് നോക്കണം. അപ്പം നിങ്ങൾക്ക് ഈ കോമ്പൗണ്ട്സ് ഒക്കെ ഫോം ചെയ്യുന്നത് കാണാം. ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ഫോം ചെയ്യുന്നത്? 14th ഗ്രൂപ്പിൻ്റെ 14th ഗ്രൂപ്പ് എലമെൻറ്റിൻ്റെ പോലെ 4 വാലൻസ് ആവാൻ വേണ്ടിയാണ്.
ഇങ്ങനെ ഓരോ കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. ഇൻ ദീസ് കോമ്പൗണ്ട്സ് ദ ബോണ്ട്സ് ആർ നോട്ട് പെർഫെക്റ്റ്ലി കോവാലന്റ് ആൻഡ് ദ അയോണിക് ക്യാരക്ടർ ഡിപ്പെൻഡ് ഓൺ ദി ഇലക്ട്രോനെഗറ്റിവിറ്റീസ് ഓഫ് ദി 2 എലമെൻറ്റ്സ്. ഈ കോമ്പൗണ്ടിന് പ്രത്യേകത എന്താ? ഈ ബോണ്ടുകൾ കോവാലന്റ് ബോണ്ട് ആകണമെന്നില്ല, അതായത് ഷെയർ ചെയ്ത് നിൽക്കണമെന്നില്ല. ആൻഡ് ദി അയോണിക് ക്യാരക്ടർ ഡിപ്പെൻഡ് ഓൺ ദി ഇലക്ട്രോനെഗറ്റിവിറ്റീസ് ഓഫ് ദി 2 എലമെൻറ്റ്സ്. ഈ 2 എലമെൻറ്റിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി അനുസരിച്ചിട്ടായിരിക്കും ഇവരുടെ അയോണിക് ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും. സിംഗിൾ സൾഫൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, അയോണിക് ആണ്. ഈ അയോണിക് ക്യാരക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവർ കോവാലൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ബോണ്ട് ഫോം ചെയ്യുന്നത് കോവാലൻ്റ് ആയിരിക്കില്ല, കാരണം ഒന്ന് മെറ്റലും ഒന്ന് നോൺ മെറ്റലും ഒക്കെ. അപ്പം കോവാലൻ്റ് ക്യാരക്ടേഴ്സ് ആവണമെന്നില്ല. അയോണിക് ക്യാരക്ടർ പിന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? 2 എലമെൻറ്റിൻ്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. It is interesting to learn that the transition metal oxides show marked differences in electrical properties. ഏതൊക്കെയായിരുന്നു ട്രാൻസിഷൻ മെറ്റൽസ്? ഗ്രൂപ്പ് 3 തൊട്ട് ഗ്രൂപ്പ് പീരിയോഡിക് ടേബിൾ എടുത്ത് വെക്കുക, എന്നിട്ട് തന്നെ നോക്കുക. പീരിയോഡിക് ടേബിൾ ശരിക്കും അറിഞ്ഞിരിക്കണം. അപ്പം അറിയാത്തൊരു ഇത് എടുത്ത് വെച്ചിരുന്ന് നോക്കുക. ഗ്രൂപ്പ് 13 തൊട്ട് ഗ്രൂപ്പ് 3 തൊട്ട് ഗ്രൂപ്പ് 12 വരെയുള്ളതാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. പിന്നെ വേറെയും ഉണ്ട് ഇന്ന ട്രാൻസിഷൻ എലമെൻറ്റ്സ്, എഫ് ബ്ലോക്ക് ഉൾപ്പെടുന്നവർ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും. അപ്പം അവരാണ് ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറയുന്നത്. ഈ ട്രാൻസിഷൻ മെറ്റലുകളുടെ ഓക്സൈഡിന് എന്തുണ്ട്? ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ടൈറ്റാനിയം ഓക്സൈഡ്, ക്രോമിയം, ടൈറ്റാനിയം എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ മെറ്റലാണ്, അതിൻ്റെ ഓക്സൈഡ്. അതുപോലെ ക്രോമിയം ഒരു ട്രാൻസിഷൻ എലമെൻ്റ് ആണ്. അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ എടുത്ത് വെച്ച് നോക്കണം. അപ്പം ടൈറ്റാനിയം എവിടെ കിടക്കുന്നതെന്ന് അറിയാത്തവർ അതെടുത്ത് വെച്ച് നോക്കി അതിൻ്റെ സ്പേസ് എവിടെ അല്ലെങ്കിൽ പ്ലേസ് എവിടെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ടൈറ്റാനിയം ഓക്സൈഡ്, ക്രോമിയം ഓക്സൈഡ്, ഡയോക്സൈഡ്, റീനിയം ഓക്സൈഡ്, ഇവരൊക്കെ എന്താ, സാധാരണ ഓക്സൈഡുകൾ മെറ്റലായിട്ട് ബിഹേവ് ചെയ്യാറില്ല. മെറ്റലിൻ്റെ ഓക്സൈഡ് മെറ്റലായിട്ട് ബിഹേവ് ചെയ്യാറില്ല. പക്ഷേ ഈ ഓക്സൈഡുകൾ എന്ത് ചെയ്യും? മെറ്റലായിട്ട് ബിഹേവ് ചെയ്യും. റീനിയം ഓക്സൈഡ് ഈസ് ലൈക്ക് മെറ്റാലിക് കോപ്പർ. കറക്റ്റ് കോപ്പർ മെറ്റൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് റീനിയത്തിൻ്റെ ഓക്സൈഡ്. ഇൻ ഇറ്റ്സ് കണ്ടക്ടിവിറ്റി ആൻഡ് അപ്പിയറൻസ്. എന്താ, കണ്ടക്ടിവിറ്റിയിലും കണ്ടാൽ ഒരുപോലെ ഇരിക്കും, അപ്പിയറൻസിലും കണ്ടാൽ റീനിയം ഓക്സൈഡ് ആരെ പോലെ തന്നെയാണ്? കോപ്പറിനെ പോലെ തന്നെയാണ്. സെർട്ടൺ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഏത് ഓക്സൈഡാണ് കോപ്പറിനെ പോലെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ റീനിയത്തിൻ്റെ ഓക്സൈഡാണ്. സെർട്ടൺ അതർ ഓക്സൈഡ്സ് ലൈക്ക് വനേഡിയം ഓക്സൈഡ്, വനേഡിയം ട്രൈ ഓക്സൈഡ്, വനേഡിയം ട്രൈ ഓക്സൈഡ്, ടൈറ്റാനിയം ട്രൈ ഓക്സൈഡ് ഷോ, ടൈറ്റാനിയത്തിൻ്റെ വെറും ഓക്സൈഡ് അല്ല, ടൈറ്റാനിയത്തിൻ്റെ ട്രൈ ഓക്സൈഡും പിന്നെ വനേഡിയത്തിൻ്റെ 3 ഓക്സൈഡുകളും ഷോ മെറ്റാലിക് ഓർ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. അവരെന്തൊക്കെ കാണും? ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് അവർ 2 ക്യാരക്ടറും കാണിക്കും. മെറ്റാലിക് ക്യാരക്ടറും കാണിക്കും, ഇൻസുലേറ്റിംഗ് ക്യാരക്ടറും കാണിക്കും. അതായത് മിക്കവാറും ടെമ്പറേച്ചർ കുറവാകുമ്പോൾ അവർ എന്തായിരിക്കും? ഇൻസുലേറ്ററായിട്ട് ഇരിക്കും. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അവർ മെറ്റാലിക്കുമായിട്ട് ഇരിക്കും. അപ്പം അത്രയേ ഉള്ളൂ. എന്താ, ആപ്ലിക്കേഷൻസ് ഓഫ് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.